ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേദപുസ്തകത്തിലെ ബുക്കുകളിൽ കൂടെയുള്ളതായ യാത്രയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ലെസൺ നമ്പർ 63 ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ആഴ്ച യാദൃച്ഛികമായി നമ്മളുടെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട VD സതീശൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും ഉദ്ധരിച്ചതായ ചില വാക്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മളുടെ ലെസൺ തുടങ്ങുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, 3 പ്രധാനപ്പെട്ട സുവിശേഷങ്ങൾ പറയാത്തൊരു കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അത് താൻ ആരാണെന്നും എന്താണെന്നും തന്റെ ദൗത്യം എന്താണെന്നും യേശു തന്റെ ശിഷ്യന്മാരോടും ജനങ്ങളോടും പറയുന്ന 7 പ്രഖ്യാപനങ്ങളാണ്. 1, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 2, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. 3, ഞാൻ വാതിലാകുന്നു. 4, ഞാൻ നല്ല ഇടയനാകുന്നു. 5, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 6, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. 7, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് അതിന്റെ തോട്ടക്കാരനുമാകുന്നു. അതിലെ 3-ാമത്തെ വാക്കാണ് പ്രധാനം. ഞാൻ വാതിലാകുന്നു. നമ്മുടെ വാതിലിന് മുമ്പിൽ നിൽക്കുന്നുണ്ട് ഒരു രക്ഷകൻ. ആ രക്ഷകനെ കാണാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. യേശുവിനെ അറിയുകയും അവൻ്റെ നാമം ഉയർത്തുകയും ചെയ്യുന്നതായ ഭരണാധികാരികൾ നമ്മളുടെ രാജ്യത്തിന് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ, അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, വെസ്റ്റിലേക്ക് നമ്മൾ കടന്നുപോയാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരൊക്കെ ദൈവവചനത്തിൽ നിന്നും ആ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അതിന് ആവശ്യമായ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ ഈ ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കുന്നവരാണ്, ദൈവവചനത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലവിധമായ ക്രിറ്റിസിസമൊക്കെ രാഷ്ട്രീയക്കാരെ കുറിച്ച് ഉണ്ട് എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ വചനം അറിയുന്നതും അത് തങ്ങളുടെ വായ കൊണ്ട് പ്രസ്താവിക്കുന്നതും ഒരു അനുഗ്രഹം തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവവചനം വായിക്കുന്നത് നല്ലതാണ്, വായിച്ച് കേൾപ്പിക്കുന്നത് നല്ലതാണ്, അത് അനുസരിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് നമ്മൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾക്ക് ഏവർക്കും പരിചയമുള്ളതായ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉള്ളതായ നിക്കോദിമോസ് എന്ന് പറയുന്നതായ ഒരു പരീക്ഷ പ്രമാണിയുടെ കഥ അറിയാം. ന്യായപ്രമാണം എല്ലാം നല്ലവണ്ണം അറിയാവുന്നവനായിരുന്നു എങ്കിൽ തന്നെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ അവൻ മടി കാണിച്ചിരുന്നു. അതുകൊണ്ട് ആരും അറിയാതെ രാത്രിയിൽ അവൻ കടന്നു വന്നു എന്ന് കാണുന്നു. യേശുവിനോട് ഉപദേശമൊക്കെ പ്രാപിച്ചിട്ട് അവൻ കടന്നു പോകുന്നു. പിന്നെ അവനെക്കുറിച്ച് വലിയ അറിവ് നമ്മൾക്ക് ഉടനെ ഇല്ല എങ്കിൽ തന്നെയും ഒടുവിലായിട്ട് ക്രൂശീകരണ സമയത്ത് യേശുവിൻ്റെ ആ ബോഡി സ്വീകരിക്കുവാൻ വേണ്ടി അവിടേക്ക് കടന്നു വന്നത് ഈ നിക്കോദിമോസും അതുപോലെ തന്നെ അരിമത്യക്കാരനായ യോസഫുമാണ്. അതായത് ഈ നിക്കോദിമോസ് പരസ്യമായി യേശുവിൻ്റെ കൂടെ വരികയോ അവനെ ഏറ്റുപറയുകയോ ചെയ്തില്ല എങ്കിൽ തന്നെയും ഒരു രഹസ്യ ശിഷ്യനായിട്ട് തന്നെ അനുഗമിക്കുകയും തൻ്റെ അവസാന നിമിഷങ്ങളിൽ പരസ്യമായി യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന ക്രൂശീകരണ സമയത്ത് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നതായ സംഭവം നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുവാൻ അധികം തുനിയാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഭരണാധികാരികളെയൊക്കെ നിയമിക്കുന്നത് നമ്മളുടെ വലിയവനായ ദൈവമാണ്. ഉന്നതന്മാരിൽ ഉന്നതനായ കർത്താവാണ് ഭരണാധികാരികളെയൊക്കെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജനത്തെ ആവശ്യമായ നിലയിൽ, അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ നടത്തുവാൻ ആവശ്യമായ കൃപകൾ അവർക്ക് നൽകേണ്ടതിന് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ കടമയാണ്.
വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഈ ഇസ്രായേൽ ജനം ബാബിലോണിലേക്ക് കടന്നുപോയി. അവിടെ ബാബിലോൺ ചക്രവർത്തിയുടെ ക്രൂരമായ ഇടപെടലുകൾക്ക് ശേഷമായിട്ട് അവർക്കൊരു വിടുതൽ കൊടുക്കുവാൻ വേണ്ടി ദൈവം ആക്കി വെച്ചതായ ഒരു ചക്രവർത്തിയാണ് കോരേശ് രാജാവ് എന്ന് പറയുന്നത്. അപ്പോൾ കോരേശ് രാജാവിനെ കുറിച്ച് ദൈവവചനത്തിൽ പ്രവചനമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞു, താൻ കടന്നു വരും, ജനത്തെ യെരുശലേമിലേക്ക് തിരികെ പോയി ആലയം പണിയുവാൻ അവരെ അനുവദിക്കും എന്നുള്ളതായ കാര്യം. അപ്പോൾ നമ്മളുടെ ഭരണാധികാരികൾ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കട്ടെ, അതിനുവേണ്ടി കർത്താവ് അവരെ സഹായിക്കട്ടെ, എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭാഗം വിടുന്നു. തുടർന്ന് നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉള്ളതായ ഈ വിഷയം ഇന്ന് നമ്മൾക്ക് തുടർന്ന് അല്പനിമിഷങ്ങൾ കൂടെ പഠിക്കുവാനായിട്ട് ഇടയായി തീരുമാറാകട്ടെ. ഒന്നാമതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം താൻ എഴുതിയത് എന്തോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ 20-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ അതിൻ്റെ കുറിവാക്യമായിട്ട് എഴുതിയിരിക്കുന്നത്. ദൈവപുത്രനായ ക്രിസ്തു ആണ് യേശു എന്നുള്ളത് ഉറപ്പിച്ച് പറയുവാൻ വേണ്ടിയാണ് ഈ പുസ്തകം യോഹന്നാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ന് ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും ഈ സുവിശേഷം പറയുകയോ പ്രസംഗിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഈ പുസ്തകം എഴുതിയെന്ന് ചോദിച്ചാൽ അത് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അതുമാത്രമല്ല, അതിൻ്റെ 2-ാം ഭാഗമായിട്ട് അത് വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിലുള്ളതായ അനേകം ആൾക്കാർ ഈ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചാണ് രക്ഷയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ചെറിയ ഒരു പുസ്തകം സെപ്പറേറ്റായിട്ട് അച്ചടിച്ച് അത് ഒരു ലഘുലേഖയായിട്ട് അനേകർക്ക് വിതരണം ചെയ്ത് അനേകർ അതിലെ സത്യങ്ങൾ മനസ്സിലാക്കി യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അല്ലെങ്കിൽ ഈ 20-ന്റെ 31 കുറിവാക്യം നമ്മൾ വായിച്ചതുപോലെ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് അവർ വിശ്വസിച്ചു. അനേകർ ഈ ലോകത്തിൽ വിശ്വസിച്ചു. അതുമാത്രമല്ല, വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ അവർക്ക് ജീവൻ ഉണ്ടായിത്തീർന്നു. നമ്മളുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു, അത് വിശ്വസിച്ചു. അത് നമ്മൾ വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നമ്മൾക്ക് ജീവൻ ഉണ്ടായി എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അഥവാ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ജീവൻ പ്രാപിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും തുടർന്ന് നമ്മൾ ആദ്യ ഭാഗത്ത് കേട്ടതായ ഈ 7 സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം എന്ന് പറയുന്നതായ ആ സ്റ്റേറ്റ്മെൻറ്റ്സ്, യേശു പറഞ്ഞതായ ആ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞതായ 7 കാര്യങ്ങൾ വളരെ പ്രത്യേകത അർഹിക്കുന്നതും വളരെ പ്രസിദ്ധവുമായതായ പ്രസ്താവനകളാണ്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആ വിഷയമാണല്ലോ ആദ്യം തന്നെ നമ്മൾ വായിച്ച് കേട്ടത്. ഒന്നാമതായിട്ട് പറയുന്നത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നാണ്. 6-ാം അധ്യായത്തിൻ്റെ 35, 41, 48, 51 എന്നീ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ വാക്യത്തിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അവരുടെ നേതാവായിട്ട് ദൈവം നൽകിക്കൊടുത്തതായ മോശയുടെ ലീഡർഷിപ്പിൽ കൂടെ മരുഭൂമിയിൽ യാത്ര ചെയ്യപ്പോൾ സ്വർഗത്തിൽ നിന്നും
മന്ന അവർക്ക് വർഷിപ്പിച്ച് കൊടുത്തിട്ട് ജീവന്റെ അപ്പം നൽകി കൊടുത്തു. അപ്പോൾ യേശു ഇവിടേക്ക് കടന്നു വന്നപ്പോൾ അവർക്കും മോശ കൊടുത്തതായ ആ അപ്പത്തെക്കുറിച്ചുള്ളതായ ആ വിചാരവും ആഗ്രഹവുമാണ് ഉണ്ടായത്. എന്നാൽ യേശു ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണ്. ആ അപ്പം തന്നത് മോശയല്ല, സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവാണ്. എന്നാൽ ഇപ്പോൾ ഇതാ ആ ജീവന്റെ അപ്പമായ ദൈവപുത്രൻ ഇതാ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഈ ശരീരം ആറുക്കപ്പെട്ട് ഈ ശരീരം തന്നെ ജീവന്റെ അപ്പമായി തീർന്ന് നിങ്ങൾക്ക് ജീവൻ തരുവാൻ വേണ്ടി ഒരു യാഗമായി തീരുവാൻ പോകുന്നു. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വരുന്നതുവരെ ഇത് ചെയ്യും എന്നുള്ളതായ ആ തിരുമേശ എന്ന് പറയുന്നതായ കാര്യവും ഇവിടെ നമ്മൾ ഓർക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും നമ്മൾക്ക് വേണ്ടി അർപ്പിച്ച് അത് നമ്മൾ മിക്ക സഭകളിലും ആഴ്ചതോറും കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി അർപ്പിച്ച ആ സുപ്രീം സാക്രിഫൈസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മളത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ജീവൻ നൽകുവാൻ വേണ്ടി നമ്മൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശുവിൻ്റെ ആ സുപ്രീം സാക്രിഫൈസിനെയാണ് നമ്മൾ ഓർക്കുന്നത്. നമ്മൾ മരണത്തിന് അധികാരിയായിരുന്ന പിശാചിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കി തീർത്തു. നമ്മൾക്ക് ജീവന്റെ അപ്പം തന്നു, നമ്മൾക്ക് നിത്യജീവൻ നൽകി തന്ന് ദൈവത്തിൻ്റെ മക്കളാക്കി തന്നു, നമ്മളെ സ്വതന്ത്രരാക്കി തീർന്നു. അതാണ് യേശു തന്നെ പറയുകയാണ്, ഞാനാകുന്നു ആ ജീവന്റെ അപ്പം, എന്നെ ഭക്ഷിക്കുകയും എന്നെ പാനം ചെയ്യുന്നവനും അതിനാൽ നിങ്ങൾ ജീവിക്കും എന്നാണ് ആ കാര്യത്തിൽ നിന്നും നമ്മൾ ഷോർട്ടായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. 8-ാം അധ്യായം 12-ാമത്തെ വാക്യം, 9-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ യേശു തന്നെ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ ലോകത്തിലേക്ക് വെളിച്ചത്തെ വിളിച്ചു വരുത്തിയവൻ നമ്മളുടെ സൃഷ്ടാവായ ഈ യേശുവാണ്. അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ദൈവപുത്രൻ തന്നെയാണ് ഈ ലോകത്തിൻ്റെ രക്ഷിതാവ്, സൃഷ്ടിതാവ്. അവനാണ് ഈ ലോകത്തിന് വെളിച്ചം നൽകുവാൻ വേണ്ടി ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യനെ അന്ധകാരത്തിലേക്ക് അല്ലെങ്കിൽ പാപത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പിശാച് ഈ ലോകത്തിൽ ഇരുട്ടിൻ്റെ അനുഭവമാക്കി തീർത്തു. അങ്ങനെ പോകുന്നതായ അളവിലാണ് വീണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി, അതായത് പിശാചിൻ്റെ അടിമത്തത്തിൽ അല്ലെങ്കിൽ പിശാചിൻ്റെ ആ ഇരുട്ടറയിൽ കിടക്കുന്നതായ ജനത്തെ വിളിച്ച് മാറ്റി അവരെ വിശുദ്ധീകരിച്ച് വിടുവിച്ച് സ്വതന്ത്രരാക്കി ലോകത്തിൻ്റെ വെളിച്ചമായി നിർത്തുവാനും അവരുടെ ഹൃദയങ്ങളിൽ ആ വെളിച്ചത്തെ പകരുവാനും വേണ്ടിയാണ് യേശു വന്നത്. യേശു പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നമ്മുടെ ഹൃദയത്തിലേക്ക് ആ വെളിച്ചം വരണം, ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരണം. ഈ ദേശത്തിലേക്കും ലോകമെങ്ങും നമ്മളിൽ കൂടെ കർത്താവിൻ്റെ വെളിച്ചം പകർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ശത്രുവിൻ്റെ പിടിയിലും ശത്രുവിൻ്റെ അമർച്ചയിലും ശത്രുവിൻ്റെ ആ അടിമത്വത്തിലും കിടക്കേണ്ടതായ കാര്യമില്ല. നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കും. വെളിച്ചത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ സ്വർഗീയ നാടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുവിനോട് കൂടെ യേശുവിൻ്റെ സന്നിധിയിൽ അവൻ ഒരുക്കുന്ന സ്ഥലത്തേക്ക് പോകുവാനാണ് നമ്മളുടെ യാത്ര എന്ന് നമ്മൾക്ക് തീർച്ച ഉള്ളവരായിരിക്കണം. പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ വാതിലാകുന്നു എന്നുള്ളതാണ്. 10-ാം അധ്യായത്തിൻ്റെ 7-9 മുതലായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ വാതിൽ ആകുന്നു. വാതിൽ എന്ന് പറയുമ്പോൾ ഒരു ആട്ട് ഇടയൻ തൻ്റെ ആടുകളെ മേയ്ച്ചതിന് ശേഷമായിട്ട് ഈ വാതിലുകളിൽ കൂടി എല്ലാവരെയും അകത്തേക്ക് കയറ്റിവിടുന്നതായ ഒരു അനുഭവമുണ്ട്. അതാണ് നല്ല ഇടയൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്.
ആടുകളുടെ എല്ലാം പേര് ചൊല്ലി വിളിക്കുന്നതായ നല്ല ഇടയനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. എൻ്റെയും നിൻ്റെയും പേര് അറിയുകയും സ്വഭാവം അറിയുകയും ആവശ്യം അറിയുകയും ആവശ്യ സമയങ്ങളിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നതായ ഒരു നല്ല ഇടയനാണ് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ഇടയൻ ആ വാതിൽ കൂടെ ആടുകളായ നമ്മെ അകത്തേക്ക് കയറ്റി വിടുന്നത് പോലെ, വളരെ ജീവിതത്തിൽ ക്ഷീണമുള്ളവരാണ്, പ്രയാസമുള്ളവരാണ്, വളരെ ബലഹീനങ്ങളായ ജീവിയാണ് ആട്. അതുപോലെ നമ്മളുടെയും ജീവിതത്തിൽ പ്രയാസവും പ്രതികൂലങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതറിഞ്ഞ് അതാത് സമയങ്ങളിൽ നമ്മളെ സഹായിക്കുകയും കൈകളിൽ വഹിക്കുകയും ഡയറക്റ്റ് ചെയ്യുകയും അകത്തേക്ക് പേർ ചൊല്ലി വിളിച്ച് കടത്തിവിടുകയും ചെയ്യുന്നവനാണ് നമ്മളുടെ നല്ല ഇടയൻ. എന്നാൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും, ആ ആടുകളെ മോഷ്ടിക്കുവാൻ വേണ്ടി പിശാചെന്ന് പറയുന്നതായ കള്ളൻ കടന്നു വരും. കള്ളൻ കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാണ്? മോഷ്ടിപ്പാൻ വേണ്ടി, അറുപ്പാൻ വേണ്ടി, മൂടിക്കുവാൻ വേണ്ടി ആണ് പിശാച് ചുറ്റും ഈ ലോകത്തിൽ നടക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് നമ്മയൊക്കെ രക്ഷിച്ച് വാതിൽക്കൽ കാവൽ ചെയ്യുന്നതായ ഒരു നല്ല ഇടയനായിട്ടാണ് യേശുവിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വാതിൽ, ഞാൻ ആകുന്നു വാതിൽ എന്ന് പറയുമ്പോൾ എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുവാൻ സാധ്യമാകയില്ല. ഏക വാതിലാണ്, ഒരു വാതിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആരെങ്കിലും നമ്മളെ പഠിപ്പിക്കുകയാണ് പല വാതിലുകളുണ്ട്, അത് ഏതെങ്കിലും വാതിലിലൂടെ കടന്നു പോയാൽ നിങ്ങൾ എവിടെയെങ്കിലും ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരുമെന്ന് പറഞ്ഞാൽ അത് റോങ്ങായ ടീച്ചിങ് ആണ്. ഞാൻ വാതിലാകുന്നു. ആ വാതിലെന്ന് പറയുന്നത് ഒരു വാതിലാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഈ വാതിൽ നമ്മൾക്ക് പറയുന്നത്. ഈ വാതിൽ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ കൃപായുഗമാണ്. കർത്താവ് വരുന്നത് വരെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സുവിശേഷം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് അനുസരിച്ച് ഈ വാതിലിലൂടെ കടന്ന് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും ഫ്രീ ആയിട്ട് സ്വതന്ത്രരായിട്ട് ദൈവമക്കളായി തീരുവാൻ വേണ്ടി നമ്മളെ വിളിക്കുന്നതായ സമയങ്ങളാണ് ഈ കൃപായുഗം എന്ന് പറയുന്നത്. അതാണ് ഞാൻ തന്നെ വാതിൽ ആകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്ന നല്ല ഇടയൻ എന്നാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അഞ്ചാമതായിട്ട് നമുക്ക് കാണുന്നത് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ലാസറിൻ്റെ ഒരു കഥയുണ്ട്. ലാസർ ദിനം പിടിച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ്റെ സിസ്റ്റേഴ്സായിട്ടുള്ള രണ്ടുപേരെ, മാർത്തയും മറിയയും, വളരെ ദുഃഖിതരായിട്ടിരിക്കുന്നു. കർത്താവേ, ഇവർ മരിച്ചുപോയി, നീ താമസിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ യേശുവിടെ പറയുകയാണ്, അവൻ ഉറങ്ങുകയാണ്, അവൻ എഴുന്നേൽക്കും, അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നു. അപ്പോൾ അവർക്കത് വിശ്വസിപ്പാനോ അവർ അങ്ങനെയുള്ളതായ കാര്യങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലാത്തതിനാൽ ഒരു പുതുമയുള്ള കാര്യമായിട്ട് അവർക്ക് തോന്നിയതിനാൽ അവർക്ക് വിശ്വസിപ്പാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ലാസറിനെ ഒരു വാക്കുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് പേർ ചൊല്ലി വിളിച്ചപ്പോൾ ആ ലാസർ മാത്രം പുറത്തു വന്നതായിട്ട് കാണുന്നു. അവിടെ പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ ആയുസ് കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ നിന്നും ഈ മാർത്തിയ ശരീരം മാറിപ്പോയിട്ട് വീണ്ടും നമ്മൾക്ക് ഒരു വിൺ ശരീരം പ്രാപിക്കുന്നതായ ഒരു സമയമുണ്ട്. അതിൻ്റെ എക്സാക്റ്റായിട്ടുള്ള ഉദാഹരണമായിട്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റതായ ചരിത്രം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശു മരണത്തെ ജയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് കൂടെ ആ വിൺ ശരീരം പ്രാപിച്ചു, സ്പിരിച്വൽ ബോഡി അവിടെ പ്രാപിച്ചതായിട്ട് നമ്മൾക്ക് കാണുന്നു. എന്നാൽ ലാസറിനെ സംബന്ധിച്ചിടത്തോളം ആ യേശുവിൻ്റെ വരവിൻ്റെ സമയം ആയിട്ടില്ലാത്തതിനാൽ അവൻ ഈ ടെമ്പററി ആയിട്ടുള്ള മരണത്തിൽ നിന്നും വീണ്ടും മരണത്തിന്
അതീതമായ ഈ ശരീരത്തിലാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് അവൻ വീണ്ടും മരിച്ചു. എന്നാൽ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഇവിടെ യേശു ലാസറിൻ്റെ ഉയർപ്പ് മനുഷ്യരുടെ മുമ്പാകെ കാണിച്ചു കൊടുത്തത്. കാരണം എന്താണ്? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ജീവന്റെ ദാതാവായ ഞാൻ, ജീവനെ കൊടുത്തവൻ, അവർക്ക് ജീവനെ വീണ്ടും കൊടുക്കുവാൻ എനിക്ക് കഴിവുണ്ട് എന്ന് വിളിച്ച് പറയുകയായിരുന്നു. അതുമാത്രവുമല്ല, മരിച്ചുപോയി ഇനി യാതൊരു രക്ഷയുമില്ല, മരിച്ച 4 നാളായി നാറ്റം പിടിച്ചെന്ന് പറയുന്ന സ്ഥാനത്ത് സകല ഹോപ്പും പോയെടുത്ത് അവരുടെ മുമ്പാകെ ഇതാ പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനമാണ്. പരിശുദ്ധാത്മാവ് എങ്കിലേക്ക് വന്ന് എന്നെ ഉദ്ധരിച്ച് ഉയർപ്പിച്ചെഴുന്നേൽപ്പിച്ചതുപോലെ ഇതാ ഇപ്പോൾ ടെമ്പററി ആയിട്ട് അവൻ കുറെ കാലം കൂടെ ജീവിക്കുവാൻ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വാക്കിൻ്റെ ശക്തി കൊണ്ട് ആ ശക്തി അവൻ്റെ ശരീരത്തിലേക്ക് കടന്നു ചെന്ന് അവൻ ജീവനുള്ളവനായിട്ട് ഉയർത്തെഴുന്നേറ്റു. മരണത്തിൻ്റെ മേൽ അധികാരമുള്ള ഇവൻ ആര് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുവാനും ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിപ്പാനും അനേകർക്കും കഴിഞ്ഞു. അതുമാത്രവുമല്ല, നമ്മളുടെയും ജീവിതത്തിൽ മരണത്തെ ഭയപ്പെടുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ മരണം അവസാനമല്ല, അത് അവൻ ഉറങ്ങുന്ന ഒരു അനുഭവമാണ്. നമ്മൾ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അനുഭവമുണ്ട്. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ നമ്മളുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്നുണ്ട് എങ്കിൽ, കർത്താവിൻ്റെ വിളി കേൾക്കുമ്പോൾ ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഡുനാമിക് പവർ നമ്മളുടെ അമൃത ശരീരങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ഗോഡ്. അടുത്തായിട്ട് പറയുന്നത് 6ാമത്തെ കാര്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നാണ്. അത് 14-ാം അധ്യായത്തിൻ്റെ 6ാമത്തെ വാക്യമാണ്. ഞാൻ തന്നെ വഴി, ഒരു വഴി മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം, ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറുന്ന പോലെ ഏത് വശത്തു കൂടെ ചെന്നാലും പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നാൽ മതിയല്ലോ എന്നുള്ളതായ ആ ഒരു ഫിലോസഫി അല്ല യേശു പറയുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നാണ്. ഒരേ ഒരു വഴി പിതാവിങ്കലേക്ക്, ഈ സുപ്രീം ആയിട്ടുള്ളതായ ഈ സാക്രിഫൈസിൽ വിശ്വസിച്ച് അത് ഏറ്റെടുത്തുകൊണ്ട് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. ദൈവത്തിങ്കിലേക്കുള്ള വഴി, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ തന്നെ വഴി, ഇതാ വഴി ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. അതടയുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും അതിലേക്ക് കടന്നു ചെല്ലണം. ഈ വഴിയിൽ കൂടെ നമ്മുടെ സ്റ്റെപ്പ് വെക്കണം, കേൾക്കണം, അനുസരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യമെന്ന് പറഞ്ഞാൽ ഇത് സത്യമായ ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ നിങ്ങളോട് സത്യമായിട്ടും പറയുന്നു എന്ന് യേശു പറയുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ നമ്മോട് പറയുകയാണ്, ഇത് സത്യമായ വചനമാണ്. ആരെങ്കിലും ഇതിനെതിരായിട്ട് പറഞ്ഞാൽ അത് ദൈവീകമല്ല, അത് നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി കള്ളന്മാരും അതുപോലെ തന്നെ നമ്മളെ മുടിപ്പാനും വരുന്നവരാണ് അങ്ങനെ പറയുന്നത്, മറ്റു വഴികളെ കാണിക്കുന്നവർ. ഈ ഒരു ആട്ടിൻകൂട്ടത്തിൻ്റെ വാതിൽ കൂടെ അല്ലാതെ വേറെ വഴിയിൽ കൂടെ കടക്കുന്നവൻ കള്ളനും ദുഷ്ടനും കൊലപാതകനുമാണ് എന്നുള്ളതും കാണുന്നത് പോലെ ഈ ദൈവത്തിങ്കിലേക്കുള്ള വഴി, ഈ വഴിയല്ലാതെ മറ്റു വഴി കാണിക്കുന്നവർ കള്ളന്മാരാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സ്പഷ്ടമായിട്ട് വിളിച്ചു പറയുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ജീവനെന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ സാധാരണ ജീവിതത്തിന് ശേഷമായിട്ട് നമ്മളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഒരു നിത്യജീവൻ നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്നവനാണ്. എന്താണ് നിത്യജീവൻ എന്ന് പറയുന്നത്? ഒറിജിനലി മനുഷ്യനെ സൃഷ്ടിച്ചതായ ദൈവം തൻ്റെ ജീവശ്വാസം ഊതി അവനിൽ ജീവൻ കൊടുത്തു. എന്നാൽ പിശാചിൻ്റെ ചതിയാൽ, അനുസരണക്കേടിനാൽ ആ ജീവൻ നഷ്ടപ്പെട്ടു. അവൻ ആത്മീകമായി മരിച്ചവനായി തീർന്നു. ഇതാ വീണ്ടും തൻ്റെ പുത്രനായാൽ കൂടെ
ഈ ജീവൻ മടക്കിക്കൊടുക്കുവാൻ വേണ്ടി ദൈവത്തിന് കൃപ തോന്നി, കരുണ തോന്നി. ഇതാണ് കൃപായുഗമെന്ന് പറയുന്നത്. ഈ അവസരങ്ങൾ നമ്മളുടെ മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ, ഞാൻ തന്നെ വഴി, ആ വഴിയെ സ്വീകരിക്കുക. സത്യം, ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ഇത് സത്യമാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു നിത്യജീവൻ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ധൈര്യപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാനാണ് യേശു നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്, ബലപ്പെടുന്നത്, പ്രോമിസ് തന്നിരിക്കുന്നത്. ഏഴാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ് എന്നാണ്. പ്രൈസ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ തന്നെ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്. നമ്മളുടെ പിതാവ് ഇവിടെ നമ്മൾക്ക് 15-ാം അധ്യായം ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ട്രിനിറ്റിയുടെ അനുഭവം നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിതാവായ ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നു. എന്നാൽ അദൃശ്യനാം സർവശക്തനുമായ ദൈവത്തെ മനുഷ്യരായി നമ്മൾക്ക് കാണുവാനോ ഡീല് ചെയ്യുവാനായിട്ട് സാധ്യമാകുകയില്ല. അതിനുവേണ്ടി ദൈവത്തിൻ്റെ 2ാമത്തെ ആളത്വമായ യേശു ദൈവപുത്രനായിട്ട് മനുഷ്യനായിട്ട് അവതാരം എടുത്തു. മനുഷ്യനായി ജനിച്ചിട്ട് അങ്ങനെ മാത്രമേ അവന് മരിക്കുവാനായിട്ടും രക്തം ചിന്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവൻ മനുഷ്യനായിട്ട് വന്നത്, ദൈവപുത്രനായിട്ട് വന്നത്, പിതാവ് പുത്രൻ. എന്നാൽ അവൻ തിരികെ അവിടേക്ക് കടന്നു പോകുമ്പോൾ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നമ്മൾക്കെല്ലാവർക്കും ഓൾ പ്രസന്റ് ഗോഡായിട്ട് നൽകി തന്നു. ഇത് 3 ദൈവങ്ങളല്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. പ്രൈസ് ഗോഡ്. എന്നാൽ മറ്റ് പലർക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് 3 ദൈവമുണ്ട്, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട് എന്ന്. ഇത് 3 ആളത്വങ്ങളാണ്. 3ഉം ഒന്നിൽ അടങ്ങിയിരിക്കുന്നു. ഏക ദൈവമാണ്. 3 ഓഫീസുകളാണ്, 3 പർപ്പസാണ്, 3 രീതിയിലാണ് നമ്മളെ സഹായിക്കുവാൻ വേണ്ടി ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ പ്ലാനിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാതെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ ഹിതത്തിൽ നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മക്കളായിട്ട് നമ്മൾക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇന്നത്തെ ലെസൺ ഇതോടുകൂടെ ഞാനിവിടെ നിർത്തുകയാണ്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത ലെസണിൽ കൊണ്ട് അതിൽ ഉൾക്കൊള്ളിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ളതായ പല പ്രത്യേകതകളും ഉള്ളതായ ഒരു പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത് എന്തിനു വേണ്ടി യോഹന്നാൻ ഈ ചരിത്ര പുസ്തകം എഴുതി എന്ന് ചോദിച്ചാൽ, യേശു ദൈവപുത്രൻ എന്ന് നിങ്ങൾ വിശ്വസിക്കണം. നമ്പർ 1. അത് മാത്രമല്ല, വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതായ കാര്യമാണ് ഇവിടെ നമ്മൾക്ക് മെയിനായിട്ട് നമ്മൾ അറിയേണ്ടത്. ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതുപോലെ ഞാൻ ജീവൻ്റെ ഒപ്പമാകുന്നു. 2ാമത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇരുട്ടിൽ നടക്കേണ്ടതായ ആവശ്യമില്ല, നമ്മൾ ക്ലിയർ കട്ടാണ്. ഞാൻ വാതിലാകുന്നു. നമ്മൾക്ക് ഷുവറായിട്ടുണ്ട് വാതിൽക്കൽ നിൽക്കുന്നത് യേശുവാണ്. നമ്മളുടെ കരം പിടിച്ചകത്തേക്ക് കയറ്റുന്നവൻ അവനാണ്. ഞാൻ നല്ല ഇടയനാണ്, പേർ ചൊല്ലി വിളിക്കുന്നവൻ, നമ്മളെ സേഫായിട്ട് അകത്ത് സൂക്ഷിക്കുന്നവൻ, ദൈവരാജ്യത്തിൽ സൂക്ഷിക്കുന്നവൻ, നമ്മുടെ ആത്മാവിനെ കാക്കുന്നവനാണ് നല്ല ഇടയൻ. നമ്മളുടെ ബലഹീനതകളെ അറിയുന്നവനാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. മരണത്തെ ഭയപ്പെടാതെ മരണത്തിൻ്റെ മേൽ ജയം തൻ്റെ ജീവിതത്തിൽ വരിച്ചിട്ട് നമുക്ക് ലോകത്തിനും കാണിച്ചു കൊടുത്ത വലിയവനായ കർത്താവാണ് നമ്മളുടെ രക്ഷകൻ എന്നുള്ളത് ഓർക്കുമ്പോൾ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. 6ാമതായിട്ട് പറയുമ്പോൾ ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയുണ്ട്, സത്യമാണ്,
ജീവനുണ്ട്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമ്മൾക്കൊന്നും തന്നെ ഭയപ്പെടേണ്ട, സംശയിക്കേണ്ട, വേറെ വഴി നോക്കി പോകേണ്ട, വേറെ പ്രവൃത്തികളൊന്നും ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. വിശ്വാസത്താൽ നമ്മൾക്ക് രക്ഷയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിലുള്ളതായ ആ യാഗത്തിൽ വിശ്വസിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ വേണ്ടിയുള്ള വഴി, അത് സത്യമാണ്, അത് ജീവൻ തരുന്നതാണ് എന്ന് പറയുന്നു. ഏഴാമത്തെ കാര്യം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയെയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്. ഒരു തോട്ടക്കാരൻ ഒരു മുന്തിരിവള്ളി ഉണ്ടാക്കുമ്പോൾ ആ മുന്തിരിവള്ളി വേരിൽ നിന്നും മണ്ണിൽ നിന്നും വേരുകൾ ഫലമൊക്കെ എടുത്തു. എന്നാൽ നമ്മൾ അതിലെ ശാഖകളാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളതായ സഭകളായിട്ട്, വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട് നമ്മൾ പാർക്കുമ്പോൾ ഈ മുന്തിരിവള്ളിയിൽ നിന്നും അതിൻ്റെ രസം എങ്ങനെ ഇലകൾ വലിച്ചെടുക്കുന്നു, എങ്ങനെ ഫലം കായ്ക്കുന്നു, അതുപോലെ നമ്മളുടെ ക്രിസ്തീയ സഭകളിൽ യേശു ക്രിസ്തുവിൽ നിന്നും ഈ തന്നിരിക്കുന്ന ഈ വചനത്തിൽ നിന്നും ഇതിൻ്റെ ബലം പ്രാപിച്ചുകൊണ്ട്, ഈ ബലം ഭുജിച്ചുകൊണ്ട് നമ്മൾ ശക്തരായിട്ട് ക്ഷീണിക്കാതെ ആത്മീകമായ ബലത്തോടുകൂടെ, സ്പിരിച്വൽ ബലത്തോടുകൂടെ മുൻപോട്ട് പോകണം എന്നാണ് നമ്മളുടെ കർത്താവ് നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ സ്വന്തം വായ് കൊണ്ട് ഏറ്റു പറഞ്ഞതായ വാക്കുകൾ നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. അത് നമ്മൾ ഉരുവിടേണം, നമ്മളത് മനസ്സിലാക്കണം, അത് വിശ്വസിക്കണം, അത് അനുസരിക്കണം. ഇങ്ങനെ അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരാൽ ജീവിപ്പാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ലെസണിലും നമ്മൾ യോഹന്നാൻ്റെ ബാക്കിയുള്ളതായ ഭാഗങ്ങൾ എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. ഈ ദൈവത്തിൻ്റെ വചനവും കഴിവുള്ളവർക്ക് ഷെയർ ചെയ്യുക. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.